പ്രവാസലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നമസ്തേ രവിയുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അനന്തപുരിയിലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മാസങ്ങൾ ബാക്കിയുണ്ട്. എന്നാൽ യുഎയിലെ വിശ്വാസികൾ ഭക്തിപൂർവ്വം ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ തനത് ആചാരാനുഷ്ഠാനങ്ങളോടെ പൊങ്കാല അർപ്പിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. ആറ്റുകാൽ അമ്മ പ്രവാസി സേവാ സമിതിയുടെ 11ാമത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ് അജ്മാനിൽ അരങ്ങേറിയത്. ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന സമയമാണത്രേ ആറ്റുകാൽ പൊങ്കാല നാൾ. അനന്തപുരിയിലെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയെ അനുസ്മരിപ്പിച്ചാണ് യുഎയിലും പൊങ്കാല മഹോത്സവം അരങ്ങേറിയത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തോളമായി ആറ്റുകാൽ അമ്മ പ്രവാസി സമിതിയുടെ നേതൃത്വത്തിൽ പൊങ്കാല മഹോത്സവം അജ്മാനിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം കൊണ്ടാടിയത്. ഇവിടെ ഇപ്പോൾ അതേപോലെ ഇപ്പം നമ്മൾ ദേവിയെ വെച്ചിട്ട് അവിടുത്തെ പൂജാരി തന്നെ വന്ന് ചെയ്യുന്നില്ല, സെയിം ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. നമുക്ക് നാട്ടിൽ ഇൻ കേസ് പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ വലിയ കാര്യമാണ്. വളരെ സന്തോഷം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനും എല്ലാവരുടെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. 2 ദിവസങ്ങളായി നടന്ന പൊങ്കാല മഹോത്സവത്തിന് മുൻ ശബരിമല ആറ്റുകാൽ മേൽശാന്തിയായ ബ്രഹ്മശ്രീ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അനന്തപുരിയിൽ എങ്ങനെയാണോ പൊങ്കാല അർപ്പിക്കുന്നത് അതേ ഭക്തിയും ആവേശവും യുഎയിലും പ്രകടമാണ്. ആറ്റുകാലമ്മ പ്രവാസി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി പൊങ്കാല നടത്തി വരുന്നു. ഇവിടെ കാണുന്ന ജനക്കൂട്ടവും മറ്റ് എല്ലാ പൂജാകാര്യങ്ങളും അതേ അനന്തപുരിയിൽ നടക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നന്മയുടെ പ്രകാശകിരണങ്ങൾ ഭാരതത്തിൽ ലോകത്താകമാനം പടരുന്നതിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് ഇവിടെയും കാണാം. യുഎയിലും കാണുന്നത് അതുപോലുള്ള കാര്യങ്ങളാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ താൽക്കാലിക ക്ഷേത്രം കെട്ടിയുണ്ടാക്കിയാണ് അജ്മാനിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം ഭഗവതി സേവയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ഭജൻ, അത്താഴസദ്യ എന്നിവ നടന്നു. 2013 ഇങ്ങനൊരു സങ്കല്പം ആറ്റുകാൽ പൊങ്കാല ഇവിടെ നടത്തണമെന്നുള്ളത് തുടങ്ങി. 2014 മുതൽ ഇവിടെ തുടങ്ങി. ഓരോ വർഷവും ആളുകൾ കൂടിയും അതിഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ട് വരുന്നത്. ഈ വർഷമെന്ന് പറഞ്ഞാൽ പൊങ്കാല ഇവിടെ വെച്ച് തന്നെ അടുപ്പ് വെച്ചിടുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അത്താഴസദ്യക്ക് തന്നെ ആദ്യമൊക്കെ തുടക്കമൊക്കെ 300-350 1000 ചില്ലുവാന ആളുകൾ ഇന്നലെ പങ്കെടുത്തിരുന്നു. ഇന്ന് ഇത് എനിക്ക് തോന്നുന്നു യുഎയിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ലിമിറ്റ് വെച്ച് ഇതിൻ്റെ ഇങ്ങനെ കലത്തിൽ പൊങ്കാല ഇടാൻ സമ്മതിച്ചിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ പിന്നെയും ബുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ, പക്ഷേ ഇത്രയും ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി തന്ന ഇവിടുത്തെ യുഎയിലെ എല്ലാ പ്രതിനിധികൾക്കും ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഞായറാഴ്ച പുലർച്ചെ മുതൽ പൊങ്കാല അരിസമർപ്പണവും തുടർന്ന് ലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും താലപ്പൊലി ഘോഷയാത്രയും ശുദ്ധപുണ്യാഹവും അരങ്ങേറി. ഉച്ചയോടുകൂടി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തി നിർഭരമായ കാഴ്ചകൾക്കാണ് പ്രവാസ ലോകം സാക്ഷ്യം വഹിച്ചത്. ആദ്യമായിട്ടാണ് പൊങ്കാലയായിട്ട് ഇവിടെ ഇടുന്നത്. എല്ലാ വർഷവും ഹരിസമർപ്പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഡൽഹിയിൽ നിന്ന് വന്നതാണ്, ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ വന്നതാണ് അവധി എടുത്തിട്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു ഭാഗ്യം അമ്മയായിട്ട് തന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം യുഎയുടെ വിവിധയിടങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. ആദ്യമായിട്ടാണ് ഇടുന്നത്. ഞങ്ങളുടെ നാട് തൊടുപുഴയാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഐതിഹ്യം കേട്ട് ഞാൻ വന്ന് ഇടുന്നതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ ഇടുന്നത്. വളരെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. 10-15 വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവതി ഇപ്പോഴാണ് എനിക്ക് അനുഗ്രഹം തന്നത്. ഭജൻ ഭാരതി ഭാഗവതർ ശിവകുമാർ സംഘു അവതരിപ്പിച്ച നാമസങ്കീർത്തനവും കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്ത താലപ്പൊലി ഘോഷയാത്രയും ശ്രദ്ധേയമായി. പ്രവാസത്തിന് മണ്ണിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ തന്നെ അരി സമർപ്പണം എന്നുള്ളൊരു ആശയം കൊണ്ടുവരികയും എല്ലാ അമ്മമാരും വന്ന
സ്ത്രീജനങ്ങളും വന്ന് അരിസമർപ്പണം നടത്തുകയും ആ അരിസമർപ്പണത്തിൽ ഒന്നിച്ചിടുന്ന അരിയെല്ലാം കൂടി ചേർത്ത് ഒരു പൊങ്കാലയായി ഞങ്ങൾ അർപ്പിച്ച് ഒരു പൊങ്കാല ഉണ്ടാക്കിയാൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് നാട്ടിലെ പോലെ തന്നെ ക്ഷേത്രാചാരപ്രകാരം ചെയ്യുന്ന മാതിരി പണ്ടാരടുപ്പ് ഒരുക്കി അതിലൊരു പണ്ടാരടുപ്പ് മൺകലത്തിൽ കൊതുമ്പും ചൂട്ടും വെച്ച് നാട്ടിൻ്റെ രീതിയിൽ തന്നെ നാട്ടിൽ നിന്ന് കൊതുമ്പും ചൂട്ടും ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഞങ്ങൾ പൊങ്കാല മഹോത്സവം നടത്തിയിരുന്നു. ഇപ്രാവശ്യവും ഞങ്ങൾ കൊതുമ്പും ചൂട്ടും നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള തുടർന്നുള്ള വർഷങ്ങളിൽ വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. അതിനനുസരിച്ച് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞങ്ങൾ വിപുലമാക്കി. ഈ ദിവസം എന്ന് പറയുന്നത് ഈ 2025 പൊങ്കാല നിമിഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ മണ്ണിൽ ഒരു പൊങ്കാല ഇടുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എല്ലാ അമ്മമാരും സഹോദരിമാരും ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് ഞങ്ങൾക്ക് സാഫല്യമായി. അത് ഇവിടെ 75ഓളം പൊങ്കാല ഇവിടുത്തെ ഭരണാധികാരികളുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നിവിടെ അനുവാദം കിട്ടി. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് 75ഓളം പൊങ്കാല ഇന്ന് അമ്മമാരും സഹോദരിമാരും ചേർന്ന് നടത്തി. നാട്ടിലെ അതേ ചിട്ടവട്ടങ്ങളോടെ പ്രവാസ മണ്ണിലും പൊങ്കാല അർപ്പിക്കാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിശ്വാസികൾ. നമുക്ക് വന്നിരിക്കുന്ന തിരുമേനി തന്നെ നമ്മുടെ ആറ്റുകാലിൽ ഇരുന്ന് ഇപ്പം കഴിഞ്ഞ വർഷം റിട്ടയർഡായ തിരുമേനിയാണ്. അപ്പോൾ സെയിം പൂജ തന്നെയാണ് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത്. അതേ രീതിക്ക് അതേ ആചാരങ്ങൾ, വ്രതം, എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ അതേ ഇത് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അന്യദേശത്താണെങ്കിലും പൊങ്കാലയെ ആത്മസമർപ്പണമായി കാണുന്ന ഭക്തർ അജ്മാനിൽ ഒരുമിച്ച് കൂടുകയായിരുന്നു. പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. ഇതേ ചിട്ടവട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. ഇവിടെ എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ വരാറുണ്ട്. ഇനി ഇവർ നല്ല ഇതായിട്ടെല്ലാം നല്ല കറക്റ്റായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരാതെല്ലാം നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്യും. പുഷ്പാഭിഷേകം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഗുരുതി സമർപ്പണത്തോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമായി. പൊങ്കാല അർപ്പിച്ച് ആത്മസമർപ്പണത്തിന്റെ പരമാനന്ദത്തോടെയാണ് ഭക്തർ മടങ്ങിയത്. ആറ്റുകാലിൻ്റെ ഒരു വൈബ് ഇവിടെയും ആറ്റുകാലമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ അടുത്ത വർഷങ്ങളിലും വരും വർഷങ്ങളിലും നല്ല രീതിയിൽ നടത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കാം. ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സർവാഭീഷ്ടദായിനിയായ പരാശക്തിയുടെ കൃപാകടാക്ഷങ്ങൾ പരിധിയില്ലാതെ സർവരിലും വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും പൊങ്കാല ശുഭാശംസകൾ. നമസ്തേ റീവേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും.